ഹലോ ഗായ്സ്, ഇന്നാണെങ്കിൽ ഞാൻ കോളേജിൽ പോയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയറ്റ് വേദന ഉണ്ട്. സോ അതൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ വേണ്ടി. പരീക്ഷ ഇന്ന് പരീക്ഷ ഒന്നുമില്ല. പരീക്ഷ ഉണ്ട് നോക്കി. കള്ളവേദന ഇടക്കിടക്കുള്ള നോക്കി. കള്ളവേദന ആണോ അമ്മേ? അല്ല അല്ലേ അമ്മേ? അമ്മേ ഇടക്കിടക്ക് നോക്കി കള്ളവേദന ഇല്ലേ അമ്മേ? ഉണ്ട് ഉണ്ട്. ചുമ്മാതാ. അപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാ. അപ്പൊ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. വേദിക്കാൻ ഇവിടെ ഉണ്ടായതല്ലേ അമ്മേ? ഇവിടെ ഉണ്ടായതാ. പക്ഷെ ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകത എന്തോ അറിയോ? ചുമല കളർ. നമ്മുടെ പക്ഷെ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ഭയങ്കര ടേസ്റ്റ് അല്ലേ? എന്താ കഴിഞ്ഞ ദിവസം മറ്റേ ഒരെണ്ണം നല്ലതല്ലായിരുന്നോ? നല്ല മധുരമല്ലായിരുന്നോ? പക്ഷെ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും അടിപൊളിയല്ലേ ഇത്? പറ, ഇങ്ങനെ നോക്കി പറ. അതെ അതെ പേടിച്ചോടാ. അതിന് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ പോലെ അതിന്റെ കുണ്ടിക്ക് 2 ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും. വയ്യ നോക്കി. ഒരു ഊഷ്മളത ഇല്ല നോക്കി. ഊഷ്മളതല്ല, ഊർജമില്ല. അത് തന്നെ, ഊഷ്മളത ഇല്ല. നോക്ക്. ഊഷ്മളത എന്ന് വെച്ചാ എന്താ? ഊഷ്മളത വെച്ചൊന്നും ഇല്ല. ഊഷ്മളത വെച്ചാ കരുത്ത് അല്ലല്ല. ഇത് വല്ല പോരാളി ആരും ഇല്ല നോക്കിക്കേ. ഒരായാണിച്ചമ്മേ. ഹലോ ഗായ്സ്, സുന്ദരിയായല്ലേ? ആശുപത്രി തന്നെ പോവാണോ നോക്കിക്കേ? ആശുപത്രി തന്നെ പോവാണോ നോക്കിക്കേ? ആശുപത്രി പോകുന്ന ലുക്കൊക്കെ നോക്കിക്കേ. പൊന്നോട് ചിട്ടിയാ. ഇവിടുത്തെ റോഡ് ഇനി എന്ന് റെഡിയാക്കുന്ന ഞങ്ങളുടെ പ്രത്യേകതരായ ഒരു റോഡാണ്. പകുതി വാർത്തതും പകുതി വാർക്കാത്തതുമായിട്ട് റോഡാണ് ഞങ്ങളുടെ. വർഷങ്ങളായിട്ട് ഇങ്ങനെ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ റോഡ് ഇങ്ങനെ തന്നെ. ഇവിടെ മാത്രമേ ഉള്ളൂ മാറ്റം. ഫ്ലാറ്റ് പൊളിക്കുന്നത് ഇത് ഓൾറെഡി ഫേമസ് ആണ്. പൊളിക്കുന്നത് ഇതിന്റെ മണ്ടയ്ക്ക് ആ സാധനം എങ്ങനെ കയറ്റിയെന്നുള്ള ക്വസ്റ്റ്യൻ. അതെ, വിക്കിത്തൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നിട്ട് ആദ്യം നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ അല്ലേ? റേഷൻ കട നല്ലതാണ്. ഒരു മലയാളി പോകേണ്ടിരിക്കുന്ന സ്ഥലമാണ് റേഷൻ കട. അതെ, കഴിഞ്ഞ മാസം പോകാത്തോണ്ട് ഈ മാസം പോകുന്നു. കഴിഞ്ഞ മാസം പോയി. ഞാനും അമ്മയും കൂടെ എല്ലാ മാസം പോവാറുണ്ട് റേഷൻ കട. നീ വരത്തില്ലെന്ന് പറഞ്ഞ്. ഒരു മലയാളി പോയിരിക്കേണ്ട ഏറ്റവും വലിയ സ്ഥലമാണ് റേഷൻ കടയും KSRTC. നിങ്ങൾ പോണം. പെട്രോൾ അടിക്കണം. ലവ് ഫ്യൂൽ ആയി ഗൈസ്. ഇവിടെ പുതിയ പെട്രോൾ പമ്പ് തുടങ്ങിയോ? ഇല്ല തുടങ്ങിയില്ല. അത് തുടങ്ങുന്നേ ഉള്ളൂ. അത്യാവശ്യമായി നമുക്ക് പെട്രോൾ അടിക്കണം. അനു ഇന്ന് പൈസ അടിക്കുന്നതാണ് പെട്രോൾ അടിക്കാൻ. ഇന്ന് അനു ആശുപത്രി പോകുന്നോണ്ട് അനുവിന്റെ വകയാണ് ഇന്ന് ചെലവ്. ഇന്ന് അനു മന്തി മേടിച്ചായിരുന്നതാണ് എനിക്ക്. ആശുപത്രി പോകുന്നോണ്ട് അനു എനിക്ക് മന്തി മേടിച്ചായിരുന്നതാണ് ഗൈസ്. അരി, ഗോതമ്പ്, ആട്ട. മണ്ണെണ്ണ മേടിച്ചില്ലേ? മണ്ണെണ്ണ അടുത്ത മാസം മേടിക്കാം. കുപ്പി കൊണ്ടുവന്നില്ല. സൂപ്പർ. ഇനി ഒന്നുകൂടെ വരണോ അതോ അടുത്ത മാസം 2 മാസത്തെ ഒരുമിച്ച് കിട്ടും? 3 മാസത്തിലാണ് കിട്ടുന്നത്. 3 മാസം കിട്ടത്തുള്ളൂ. നേരത്തെ 1 മാസം കിട്ടത്തില്ലായിരുന്നോ? ഇപ്പൊ 3 മാസത്തിൽ ഒരു പ്രാവശ്യം കിട്ടത്തുള്ളൂ. ആണോ? പ്രശ്നമൊന്നുമില്ല. കണ്ണാടി വെക്കത്തുണ്ടെങ്കിൽ ഗ്ലാമർ ഇല്ല. അല്ല ഗ്ലാമറാണ് ഗൈസ്. നമ്മള് ആശുപത്രിയിൽ വന്നു ഗൈസ്. ഇനിയും ഇവരെ ഇതിന്റെ അകത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് നമുക്കിവിടെ മാറിയിരിക്കാം. ഞാൻ ഡോക്ടറിനെ കണ്ട് വിശേഷമെല്ലാം ചോദിച്ചിട്ട് വരാം. അപ്പോൾ ബൈ ഗൈസ്. ഇപ്പം നന്ദു ഇവിടെ വെറുതെ ഇരിക്കാൻ പോവാം. ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ കയറാൻ പോകുന്നുള്ളൂ. അപ്പോൾ പോയിട്ട് വരാം ഗൈസ്. ഞാനവരെ കൊണ്ടുവിട്ട് ഇനിയിപ്പം അവർ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. എനിക്ക് തോന്നുന്നു കുറച്ച് താമസം എടുക്കുമെന്ന് തോന്നുന്നു. ഇനി അവള് വന്നിട്ട് അവക്ക് എന്താ പ്രശ്നം നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. ഓക്കെ ഗൈസ്. ഡോക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഇതിന് 1.5 മണിക്കൂറിന് ശേഷം കിട്ടത്തുള്ളൂ. ആണോ? വേറെന്തെങ്കിലും പറഞ്ഞോ? വേറൊന്നും പറഞ്ഞില്ല. ഇനി യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇനി എന്തോന്ന് അറിയത്തില്ല. നീ എവിടാ പോകുന്നേ? KSF പൊന്നോട് ചിട്ടികൾ. അതെ, അങ്ങനെ അമ്മ KSFയിലോട്ട് പോയി. ഇനി അമ്മയെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നു. അതാണ് പ്രശ്നം. ക്ഷീണമാണോ? ക്ഷീണമുണ്ട്.
വയ്യായോ? വലിയ അങ്ങോട്ട് പ്രശ്നം അങ്ങോട്ടാ നിനക്ക്? ഉറവ് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയാവുന്ന. വലിയ പ്രശ്നം അങ്ങോട്ടാ നിനക്ക്? പിന്നെ എനിക്ക് തോന്നുന്നു നീ കോളേജിൽ ലീവ് എടുക്കാനുള്ള അടവാന്ന് തോന്നുന്നു നിന്റെ. ഇന്ന് എനിക്ക് പോണമെന്നുണ്ടായിരുന്നു. പിന്നെന്താ നീ പോവാഞ്ഞേ? വേദനയായോണ്ട് ഇനി അവിടെ പോയിട്ട് ഇനി നടക്കാൻ പറ്റത്തില്ല. എന്താ പിടുത്തം പോലെ, അതുകൊണ്ട് ഞാൻ പിന്നെ പോവാഞ്ഞത്. മാസ്ക് ഒക്കെ ഇട്ട് നോക്കി. ഇത്ര നേരം മാസ്ക് ഇട്ടില്ല. കാറ് വരുമ്പോഴാ മാസ്ക് ഇടുന്നത്. വെളിയിൽ വരുമ്പോ മാസ്ക് ഇടത്തില്ല. വെളിയില് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കള്ളി ഈ പഞ്ചായത്ത് ഇല്ല. അയ്യോ, ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാൻ മാസ്ക് ഇട്ടുണ്ടാവേ. ഊരിയതേ. റോബോട്ടിനെ കണ്ടോ? റോബോട്ട് അനു ഇതുപോലെ അനു റോബോട്ടിനെ ഒക്കെ ഉണ്ടാക്കുന്നേ. പിന്നെ എനിക്കതല്ലേ. AC ഇട്ടിട്ട് വീശിക്കൊണ്ടിരിക്കുന്നു. ചൂടുണ്ട്. ചൂടുണ്ടോ? AC ഇട്ടിട്ടുണ്ടല്ലോ. ചുമ്മാ ഒരു രസം. അയ്യോ വയ്യ എന്റെ കുഞ്ഞിന്. ക്ഷീണോ എന്റെ കുഞ്ഞിന് വയ്യ. നോക്കി അതെ, എന്റെ കുഞ്ഞ് ഇങ്ങനൊന്നും അല്ല. എന്റെ അനു ഇങ്ങനെ അല്ല. ഇത് വേറെ ആരോയാ. അയ്യോ ഇത് എന്റെ അനുവല്ലേ. വായിച്ചിരി കുറച്ചു നേരം അനങ്ങായിരിക്കുന്നു. എന്റെ അനുവല്ല ഇത്. രായി പറ. ഹായ് ഗായ്സ്, ഇപ്പൊ നമുക്കിപ്പൊ ദാഹിച്ച്, അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ഒന്ന് പോകാം. വയ്യടി നിനക്ക്? ക്ഷീണിച്ച അവശയായി. മേടിച്ചേ ഞാൻ ഒരു പോക്കച്ചോറ്, അച്ഛനൊരു ബർഗർ, അമ്മ ഒരു ഉഴുന്ന്, ഞാൻ ഒരു ലൈം ജ്യൂസ്, അമ്മ ഒരു ലൈം ജ്യൂസ്, നല്ലൊരു ഷാർജ. ഞാൻ അതിൻ്റെ അകത്ത് ബഡ്ജറ്റ് 50 രൂപ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പോക്കഷപ്പോ. നീ വാങ്ങിയല്ല, എനിക്കൊരു ഇഷ്ടം തോന്നില്ല. ആണോ? വേണ്ട, ഞാൻ കഴിക്കാം. കൊള്ളാം. കഴിച്ചിട്ട് വരാം. ബൈ. കഴിക്കട്ടെ. കോൺസെൻട്രേഷൻ കൊള്ളാം കേട്ടോ. അതിന് ക്രോസ് ചെയ്ത ഗൈസ്. വണ്ടി ഇരിക്കാനേ ഇനി വണ്ടി ഒന്ന് കഴുകി തരണേ. കാറ് ആലോചിക്കട്ടെ. കാറ് കഴുകി തരണേ. വയ്യാത്തോണ്ട് കേട്ടോ? വയ്യ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്ത് മേടിച്ചു? ബിസ്ക്കറ്റ്, ഓർബിറ്റ്, പൗഡർ. വേറെന്താ മേടിച്ചേ? വേറെന്തോ മേടിച്ചേ? പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. പഞ്ചസാര. ഷോപ്പിങ്ങിന് വന്നതല്ല, തീർന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നേ. ഓക്കെ പോവാ. ഇനി എവിടെ ഉണ്ട് ഹോസ്പിറ്റലിലെ റിസൾട്ട് ഇപ്പൊ കാണിക്കുന്നോ ഡോക്ടറിനെ? അനുവേ നിനക്ക് വലിയ പ്രശ്നം കേട്ടോ. ഞാൻ അപ്പൊ പോയി റിസൾട്ട് ഒക്കെ വാങ്ങിച്ച് ഡോക്ടറിനെ കണ്ടിട്ട് വരാം. ബൈ. അനു മരുന്ന് മേടിക്കാൻ നിൽക്കുന്നു ഗൈസ്. യൂറിനറി ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തോ രാവിലെ പറഞ്ഞേ. രാവിലെ ഞാൻ നിന്നോട് എന്താ പറഞ്ഞ? എടി വെള്ളം നീ കുടിക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞില്ല. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ. യെസ്, അമ്മയെക്കാളും കൂടുതലാണ് എനിക്ക്. ആണോ? ഇയാൾക്ക് എന്തോ ഇല്ലാത്തതെന്ന് പറയാമോ? പല രോഗങ്ങൾ. നമ്മളാണെങ്കിൽ ഇത്രയും പ്രായമായിട്ടാണ് ഇതെന്ത് മനുവിന് എന്നും പല്ലുവേദന, വയറുവേദന, ഇൻഫെക്ഷൻ. ഒരു മനുഷ്യന് ശരാശരി രോഗം വരുന്നതിൽ കൂടുതൽ രോഗങ്ങളാണ് അനുവിന് ഈ പ്രായത്തിൽ വരുന്നത്. അനു എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ മികച്ചമായൊരു മികച്ച ഒരു രോഗങ്ങളിൽ ഒരാളാണ് അനുശ്രീ. ഇനിയിപ്പം എന്തുവാ വേണ്ട? ഇനിയിപ്പോ വെള്ളം കുടിക്കണം, പിന്നെ മരുന്നെല്ലാം തന്നോ? മരുന്നൊക്കെ തന്നു. പിന്നെ എന്തൊക്കെയോ എന്തുവായിരുന്നു അമ്മ വാങ്ങിക്കും? ആന്റിബയോട്ടിക്. ശരി, അത് മേടിക്കണമല്ലോ. ആന്റിബയോട്ടിക് ഇനി വാങ്ങിക്കണം. നമുക്ക് കവലയിൽ കൂടെ പോവാല്ലേ? എന്റെ റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേര് മാറ്റുമോ അമ്മേ? മാറ്റും. നിന്നെ കെട്ടിച്ചൂട്ട് കഴിയുമ്പോ മാറ്റും. ഞാൻ പക്ഷെ മാറത്തില്ല. ഞാൻ മാറത്തില്ല മോളെ. മാറണ്ട. ഞാൻ മാറത്തില്ല. അങ്ങനെ ഒരു നിബന്ധനയുള്ള ചെറുക്കനെ നിനക്ക് കല്യാണം കഴിപ്പിച്ചാ തരാം. അത് കൊള്ളാം. ചെറുക്കൻ ഞങ്ങൾക്ക് ചെലവിനുള്ള പൈസ തന്നിട്ട് വേണം ഇവിടെ. അതെ, അനുവിനെ ജോലിക്ക് വിട്ടിട്ട് വേണം. ശരിയാ, അത് ശരിയാ. കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നോ? അപ്പൊ നീ വീടൊക്കെ നോക്കിക്കോ, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ നിന്നോ? ഞാൻ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങി. ഒരു മാസത്തിൽ 25,000 രൂപ, നമുക്ക് 27,000, അങ്ങനെ 50,000 രൂപ ഞങ്ങൾ
എനിക്ക് പ്രശ്നമില്ലായിരുന്നേ. ഞാൻ ഇപ്പൊ തരുന്നില്ലേ ഇല്ല ഇപ്പൊ അത്രയും തരത്തതൊന്നുമില്ല. ഇപ്പൊ അപ്പൊ കയ്യിലെത്തൊന്നും തരുന്നില്ലെന്നല്ലേ ഉള്ളു. കൈ തരണം. ബാക്കി ചെലവ് നോക്കുന്നില്ലേ? ഒന്നുമില്ല, അങ്ങനൊന്നും ഇല്ല. കൈ തരണം 25,000. അല്ലെന്ന് ബാക്കി ചെലവ് നോക്കുന്നില്ലേ? അതുകൂടാതെ ചെലവിനുള്ള 25,000. ചെലവ് നോക്കണം. ചെലവല്ലാതെ ബോണസ് ആയിട്ട് 25,000 രൂപ തരണോ? ചെലവ് അങ്ങനല്ല, 25,000 രൂപ ചെലവിന്. പിന്നെ വല്ല അസുഖം വരുമ്പോ സെപ്പറേറ്റ് കൊണ്ടുപോയി. അത് കൊണ്ടുപോകുന്നില്ലേ ഇനിയിപ്പോ? അതാ കൊണ്ടുപോകാന്നാ പറഞ്ഞ, കൊണ്ടുപോകും. എന്താ ലക്ഷറി ലൈഫ് അല്ലേ? അല്ലല്ല, ലക്ഷറി ലൈഫ് ഒന്നും അങ്ങനെയുള്ള ആഡംബരമൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ. ഇഷ്ടമല്ല എനിക്ക് ഒരുപാട് ലക്ഷറി ലൈഫ് ഒന്നും ഇഷ്ടമല്ല. എന്നാലും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഉള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു താർ എടുക്കണം. അത് വലിയൊരു ആഗ്രഹമാണ്. അത് വല്ലാത്തൊരു ആഗ്രഹം. ചെറിയ ആഗ്രഹം അല്ലേ അമ്മേ? അതൊരു താറ് ചെറിയതാ. താറ് അത് മാത്രമല്ല എന്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയായിരുന്നു. അല്ലാതെ വേറെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് അതൊന്നുമല്ല. എനിക്കൊരു സ്വന്തമായിട്ടൊരു ഇല്ല, എനിക്കതൊന്നുമല്ല. എനിക്ക് സ്വന്തമായിട്ടൊരു എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണം. അത് മാത്രം എന്റെ ചെറിയൊരു ആഗ്രഹം. അത് ചെറിയതായ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. താറ് ചെറിയ ആഗ്രഹമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഗേറ്റ് തുറക്കണി. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിരിക്കുന്ന അല്ലേ? എപ്പോഴും അപ്പോന്ന് പറയുന്നുണ്ടല്ലേ? ഒരു ഇതിലുള്ള ഇയാൾ ആദ്യം ഗേറ്റ് തുറക്ക്. അപ്പം പുട്ടൊന്നും വേണ്ട. ശക്തിമാൻ ലോഷൻ ശക്തിമാൻ ഉണ്ടോ അമ്മ? 2 പേരക്കാൻ മേടിക്കാൻ വയ്യായിരുന്നു അവിടുന്ന്. പേരയ്ക്ക് തീർന്നോ? അയ്യോ, ഇന്നലെ പേരയ്ക്ക് മേടിച്ചില്ലായിരുന്നല്ലേ? മാങ്ങയല്ലേ മേടിച്ച്? പേരയ്ക്ക ഉണ്ടോ? പേരയ്ക്ക പക്ഷെ അത് പക്ഷെ കടയിൽ നിന്ന് മേടിക്കുന്ന പേരയ്ക്കാരിൽ ഇവിടുത്തെ പേരയ്ക്ക ടേസ്റ്റ് അല്ലേ? വാവ്. തൊലിയാണോ അമ്മ ഇളകി വരുന്നത്? ഇവിടുത്തെ പേരയ്ക്ക് ആരാ വെച്ച് പിടിപ്പിച്ചേ? അച്ഛൻ. അമ്മ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ ആ പകുതി ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിച്ചു. അതാ ഈ വീടിന്റെ ഐശ്വര്യവും. റംബൂട്ടനൊക്കെ മറ്റേ വ്ലോഗിനകത്ത് കണ്ടിട്ടില്ലേ? ഈ വീടിന്റെ ഊഷ്മളതയും ഇത് ഇവിടുത്തെ ഗ്രഹനാഥ. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി ഗായ്സ്, ബൈ ബൈ.